ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ അറിയാം, മുടി സ്ട്രൈറ്റ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ സംസാരിക്കുന്നുണ്ട്, പക്ഷേ എന്താ വെച്ചാൽ ഒന്നും ക്ലിയറായിട്ട് നമുക്ക് വെക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മ്യൂസിക് കയറുന്നുണ്ട്. അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വോയിസ് ഡബ്ബ് ആയിട്ട് ഞാൻ ചെയ്യണത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞാൻ എൻ്റെ മുടി ഒരു ചകിരിത്തര പോലെ ആയിരുന്നു എൻ്റെ മുടി ഞാൻ കൊണ്ട് നടന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രൈറ്റ് ചെയ്തോന്ന്. ഞാനിപ്പോൾ സ്ട്രൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മിനിമം ഒരു 4-5 പ്രാവശ്യമായി സ്ട്രൈറ്റ് ചെയ്തിട്ട്. ലാസ്റ്റ് സ്ട്രൈറ്റ് ചെയ്തിൻ്റെ കല്യാണത്തിൻ്റെ അന്നായിരുന്നു. അപ്പോൾ ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രൈറ്റിങ് പരിപാടി നമ്മൾ വീണ്ടും തുടങ്ങണം കേട്ടോ. അപ്പോൾ പയ്യൻ ആദ്യം തന്നെ വന്നിട്ട് കണ്ടില്ലേ, കുറച്ച് തലയിൽ മാവൊക്കെ അടിച്ച് കയറ്റി തരുന്നൊക്കെ ഉണ്ട്. ആ മാവൊക്കെ തേച്ചിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്നു. അവനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാമായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നതിനെ പറ്റിയതൊക്കെ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെയാണ് ഞാൻ വരാറുള്ളത് എപ്പോഴും. നമ്മുടെ നിങ്ങൾക്ക് അവിടെ ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മുടെ താഴെ പട്ടാമ്പി SBIൻ്റെ അടുത്തുള്ള സ്പാ പറഞ്ഞിട്ടുള്ള ബ്യൂട്ടി പാർലറാണ്. കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. ഞാനിവിടെ സ്ഥിരം ഇവിടെ വരാറുള്ളതാണ്. ഇവിടെ തന്നെയാണ് എൻ്റെ ഹെയർ കട്ടും പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞെങ്കിൽ ഒരുപാട് നല്ലൊരു ഇതായിട്ട് തോന്നി. പിന്നെ കുറച്ച് കാലങ്ങളായി ഇപ്പോൾ ഇങ്ങനെ ഈ ചകിരിത്തല പോലെ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ സ്ട്രൈറ്റിങ് ക്രീമൊക്കെ തേച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുക കേട്ടാ. കണ്ടില്ലേ, കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കണം. ഒരു 10-30 മിനിറ്റെങ്കിലും ഈ ഫസ്റ്റ് സ്ട്രൈറ്റിങ് ക്രീം തേച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. അതൊക്കെ തേച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഇനി ഓപ്ഷൻ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയായി. ഇപ്പോൾ നമ്മുടെ തല കണ്ടോ, ആ ഒരു എന്താ പറയുക, ഒരു നൂൽമണ്ടയം പോലെ ആയി. ഇപ്പോൾ നൂല് പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതപ്പോൾ ചെക്കൻ എന്താ വെച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് നമ്മുടെ വെച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ഇപ്പോൾ മുടി. എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് നമ്മൾ ഇങ്ങനെ തല ഡ്രൈ ചെയ്തിട്ട് മെല്ലെ ചൂടാക്കിയിട്ട് മുടിയൊക്കെ ഒന്ന് ഉണങ്ങണം. ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് സ്ട്രൈറ്റിങ് മെഷീൻ വെച്ചിട്ട് സ്ട്രൈറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ചില്ലറ കളിയൊന്നുമല്ല. സത്യം പറയുകയാണെങ്കിൽ നല്ല വേദന ഉണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചില്ലറ പരിപാടിയല്ല. അതിന് സത്യം പറയുകയാണെങ്കിൽ മുടിക്ക് കേടാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ സ്ട്രൈറ്റിങ് ഇതൊക്കെ ഒരു 4 അല്ലെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ പെട്ടത്തലേനായിട്ടത് നടക്കാനാവും എൻ്റെ വിധി ഉണ്ടാവുക. പക്ഷെ എന്നാലും ഇപ്പോൾ നടക്കുമ്പോൾ നല്ല രീതിക്ക് നടന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല ഗൈസ്. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു കഠിന നീചമായ പ്രവൃത്തി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സ്ട്രൈറ്റിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ചെക്കൻ ചെയ്യണത്. കണ്ടോ, ഫസ്റ്റ് ഇങ്ങനെ ക്ലിപ്പൊക്കെ വെച്ച് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി പിന്നെ കഴിഞ്ഞിട്ട് വലിക്കും. ഫസ്റ്റ് വലിക്കുമ്പോൾ വലിയൊരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രണ്ടാമത്തെ അങ്ങോട്ട് സ്ട്രൈറ്റിങ് ചെയ്തിട്ട് ചെക്കനൊരു വലിച്ചിട്ടുണ്ട്. അപ്പം കാണാൻ തലേന്ന് ഒരു കിളി പോയത് കേട്ടോ. ഇത് കണ്ടില്ലേ, കിളി പോയി. സത്യം പറയുകയാണെങ്കിൽ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത് അടിയിൽ നിന്ന് വലിച്ചെടുക്കുക ചെയ്യുക മെഷീൻ വെച്ചിട്ട്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത് ചെയ്തവർക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ബോയ്സിന് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗേൾസൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്തോരം വേദന ഉണ്ടാവും എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു തുടക്കം തൊട്ടിട്ട്. ലാസ്റ്റ് മുടിയുടെ നടു സൈഡ് വരുമ്പോഴാണ് ഏറ്റവും കൂടുതലൊരു വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സത്യം പറഞ്ഞാൽ പുള്ളി പോയെന്ന് വരെ വിചാരിച്ചു. പുള്ളിയിരുന്നെങ്കിൽ പന്നീനെ ഞാൻ കൊന്നുണ്ടാവും, അത് വേറെ കാര്യം. ഒന്നും പറയണ്ട. അപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞെങ്കിൽ ചെറിയ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ കാര്യം എന്താ വെച്ചാൽ സോണിക്കൊരു സർപ്രൈസായിട്ടോ ഈ കാര്യം ചെയ്തത്. ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ അവളോട് ഇതേവരെ പറഞ്ഞിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ അവളെ ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ട് ഈ ഒരു മുടി സ്ട്രൈറ്റ് ചെയ്യണം. കാരണം അവളും കുറേ ഇങ്ങനെ പറയണു, ഏട്ടാ സ്ട്രൈറ്റ് ഇപ്പോൾ കാണാൻ ഒരു മെനയും വരുന്നില്ല. അപ്പോൾ ഒന്ന് സ്ട്രൈറ്റ് ചെയ്താൽ നന്നാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സ്ട്രൈറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഏകദേശം സ്ട്രൈറ്റിങ് നടുവിലേക്ക് എത്തിയിട്ടുണ്ട്. നടുവിലേക്ക് എത്തുമ്പോൾ നല്ല വേദന ഉണ്ട്. അവനത് മനസ്സിലാവുന്നുണ്ട് ഞാൻ നല്ല വേദനിച്ചിട്ടാണ് ഇരിക്കണമെന്നുള്ളത്. പക്ഷെ എന്നാലും ചെക്കൻ നല്ല രീതിക്ക് തന്നെ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇതാണ്. ഒരു സ്ട്രൈറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം നമുക്കൊരു 4-5 മാസമൊക്കെ ഫുൾ ഗ്യാരണ്ടിയാണ് ഇവരേന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് കുറവാണ്. നമുക്ക് പ്രൈസൊക്കെ അഫോർഡബിളാണ്. നമുക്കൊരു എത്ര പറഞ്ഞാലും അതിൻ്റെ കുറച്ചൊക്കെ അവർ മേടിക്കുള്ളൂ. അതുകൊണ്ട് നല്ല കാര്യമൊക്കെയാണ് അവരുള്ളത്. ഇപ്പോൾ ഏകദേശം സ്ട്രൈറ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
ഇപ്പോൾ കണ്ടില്ലേ തലയൊക്കെ അതെങ്ങനെ വെച്ച് കണ്ടോ. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മറ്റേ പൈനാപ്പിൾ ചെടിയുടെ ഒരു തലക്കെട്ടുണ്ടാവില്ല, അതേപോലെ ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്. അതൊന്ന് റെഡിയാക്കുമ്പോഴേക്കും ചെക്കൻ വന്നിട്ട് പേസ്റ്റ് ചെയ്യിച്ചു. അപ്പോൾ കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് ഇതേ കംപ്ലീറ്റ് നല്ല സെറ്റപ്പ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് കഴുകിക്കളയാം. അങ്ങനെ ഇതാ കഴുകി കഴിഞ്ഞ് ഇതേ ചെക്കൻ നല്ല സെറ്റൊക്കെ ആക്കി തന്നിട്ടുണ്ട്. മുടി നല്ല കണ്ടില്ല. ഇപ്പോൾ നോക്കിയൊക്കെ എങ്ങനെ ഇട്ടാലും മുടി ഫ്രണ്ടിലേക്ക് തന്നെ കിടക്കും. ഇതാണ് അവസ്ഥ. നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യണം. 2-3 ദിവസമൊക്കെ നമ്മൾ തല നനയ്ക്കാതെ ഇത് മെയിൻറ്റെയിൻ ചെയ്താലാണ് അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ടൊക്കെ നമുക്ക് മെയിനായിട്ട് കിട്ടുള്ളൂ. എന്തായാലും ഭയങ്കര രസമായിട്ട് ചെക്കൻ നല്ല രീതിക്ക് തന്നെ ചെയ്തെന്നു. നമുക്ക് നല്ലൊരു സംതൃപ്തിയായി. അങ്ങനെ അവിടുന്ന് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു സംതൃപ്തി നമുക്ക് കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ആളുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പുതിയ കസ്റ്റമേഴ്സൊക്കെ വന്നിട്ട് ഓരോ വെയിറ്റിങ്ങിലൊക്കെ നിൽക്കുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ വന്ന് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറേ കുശലം പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതേപോലെ എനിക്ക് ഈ വോയിസ് ഡബ് വെക്കണതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ നല്ല ഇത് വരുന്നുണ്ട്, അതാണ് മെയിൻ പ്രശ്നം. അങ്ങനെ ഇതാ ഗൈസ് നമ്മുടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഹെയർ സ്ട്രൈറ്റിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഒക്കെ സെറ്റായി. ഇനി കണ്ട അതെ മുടി ഇനി എങ്ങനെ ഇട്ടാലും ഇത് എങ്ങനെ നിൽക്കും. ഒരു 3-4 ദിവസത്തേക്ക് നല്ല രസമായിരിക്കും ഇത് കാണാൻ. അപ്പോൾ ഇതൊക്കെ ഏകദേശം കഴിഞ്ഞ് ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് സോണീനെ കൊണ്ടുപോയി തലേന്ന് കാണിക്കണം. എന്താണ് അവളുടെ പ്രതികരണം ഒന്നും പെടുത്തില്ല. അപ്പോൾ അതേ നമ്മളിന്നപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകാൻ കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി ബാക്കി വീട്ടിൽ നിന്ന് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വീടെത്തിയിട്ടുണ്ട്. പക്ഷെ സോണീനോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എന്താവുമെന്നും നമുക്കൊരു പിടുത്തമില്ല. തല കണ്ടില്ല, എന്തോ ഒരു ചപ്രാണ്ടി തല പോലെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും അവളുടെ എക്സ്പ്രഷൻ എന്താവും എന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ എന്നാ വാ. ഓളെവിടെ? അതെ, വെള്ളമടി പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ഇതായിരുന്നു എന്റെ പാർട്ടി. ഹലോ ഗൈസ്, എനിക്കിത് കണ്ടിട്ട് മറ്റേ ഹാപ്പി ഹസ്ബൻഡ്സിനകത്ത് മറ്റേ അയാളുണ്ടല്ലോ സലീം കുമാർ. ഹാപ്പി ഹസ്ബൻഡിലെ സലീം കുമാറോ? എന്ത് നോറിയ നോക്കി നോക്ക്. പറയടാ കുഞ്ഞ, എങ്ങണ്ട് അച്ഛൻ്റെ മുടി? അച്ഛൻ്റെ മുടി എങ്ങണ്ട്? അച്ഛൻ്റെ മുടി നന്നായിട്ടുണ്ടാ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടാ? കുഞ്ഞിന് ഇഷ്ടപ്പെട്ടാ? സത്യം പറയാ ഞാൻ അവിടെ നോക്കിയിട്ടില്ല. അത് ഫസ്റ്റ് സ്ട്രൈറ്റ് ചെയ്ത് അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞാലാണ് അതിന്റെ ലെവല് കറക്റ്റ് ആവുള്ളൂ. മനസ്സിലായോ? ഞാൻ കാണിക്കാം. നോക്കൂ ഗൈസ്, നേരെ ഇരിക്കും. ഇത് കണ്ടാൽ ആരാണ് പറയാത്? അയ്യോ ആള് മാറിപ്പോയി. കണ്ട 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 ലുക്ക് കണ്ടപ്പോ രാംചരൺ പോലെ ഉണ്ടാവും വിചാരിച്ചു നോക്കുമ്പോ ഇവള് സലീം കുമാർ, ഹാപ്പി ഹസ്ബൻഡിലെ സലീം കുമാറാന്നൊക്കെ പറയുന്നു. എന്താ ഇവളെ ചെയ്യാന്? നാളെ റെഡിയാവത്തുള്ള കൊമ്പ് പോലൊക്കെ ഇരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഓർന്നു, എന്റെ മൂഡ് പോയി. ഓക്കെ ഗൈസ്, ഞാൻ നിർത്തുകയാണ്. ഞാൻ പോയിട്ട് മുട്ട അടിക്കട്ടെ പഴനി പോയിട്ട്. അതിന് 1 വർഷം കഴിയുണ്ട്. ആരും വേണ്ടില്ല, ഇപ്പൊ തന്നെ അടിച്ചേക്കാം. ഞാന് മുടി കഷ്ടപ്പെട്ട് സ്ട്രൈറ്റ് ചെയ്ത് വന്നപ്പോ ഓള് പറഞ്ഞിട്ടില്ലേ സലീം കുമാർ അത്ര കള്ളപ്പന്നി. ബ്ലഡി ബഗർ, യു ചീറ്റ്. ആ മുടി മുമ്പോട്ട്